ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ ക്രാഫ്റ്റ് വർക്കിന് വേണ്ടിയിട്ട് നമുക്ക് ഉൾവശം സിൽവർ കളറുള്ള ഏത് വേസ്റ്റ് കവറുകളും എടുക്കാം. പിന്നീട് നമ്മളിവിടെ ഒരു കാർഡ്ബോർഡ് പീസിൽ തത്തയെ ഇതുപോലെ ഒന്ന് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കാർഡ്ബോർഡ് പീസിൽ വരച്ചെടുത്തിട്ടുള്ളത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ നമ്മളത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ഒരെണ്ണം കൂടെ വേണം. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് കാർഡ്ബോർഡ് പീസിലേക്ക് വെച്ച് കൊടുത്ത് നമുക്കൊന്ന് വരച്ചെടുക്കാം. ഇതുപോലെ തിരിച്ച് വേണം നമ്മൾ വെച്ച് വരച്ചെടുക്കാൻ. അതൊന്ന് കാർഡ്ബോർഡ് പീസിൽ വരച്ചെടുത്തതിന് ശേഷം നമുക്ക് അതും കട്ട് ചെയ്തെടുക്കണം. വേസ്റ്റ് കവറുകളെല്ലാം വെച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമ്മൾ തത്തയുടെ ചിറകുകളൊക്കെ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഇതുപോലെ 2 തത്തകളെയാണ് വരച്ച് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. വീണ്ടും നമ്മളിവിടെ ഒരു കാർഡ്ബോർഡ് പീസ് എടുത്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുകയാണ്. ഇത് നമുക്ക് വരച്ചെടുത്തതിന് ശേഷം കട്ട് ചെയ്തെടുക്കാനുള്ളതാണ്. അപ്പോൾ നമ്മൾ വരച്ചെടുത്തിട്ടുള്ളത് ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഇത് വെച്ച് വരച്ച് ഒരെണ്ണം കൂടെ കട്ട് ചെയ്തെടുക്കണം. നമ്മളത് വരച്ച് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്കത് രണ്ടും കൂടെ ചേർത്ത് ഒട്ടിച്ചെടുക്കാനുള്ളതാണ്. ഇനി നമ്മൾ തത്തകളെ കട്ട് ചെയ്തെടുത്തതിന്റെ ചിറകുകൾ രണ്ടും നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതാ നമ്മളത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ്. പാഴ്വസ്തുക്കളൊക്കെ വെച്ച് പലതരത്തിലുള്ള ഒരുപാട് ക്രാഫ്റ്റ് വർക്കുകൾ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ അതൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കണേ. ഇതുപോലെ നമ്മൾ ചിറകുകളൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന വേസ്റ്റ് കവറൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഉൾവശം സിൽവർ കളറുള്ള ഏത് കവറുകളും നമുക്ക് ഇന്നത്തെ ക്രാഫ്റ്റ് വർക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് എടുക്കാം. അപ്പം നമുക്ക് ഈ ഒരു കവറിന്റെ ഈ ഒരു ഭാഗം കൂടെ കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം അതൊന്ന് നിവർത്തി വെക്കണം. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നതെല്ലാം നമുക്ക് കവറിന്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഒട്ടിച്ചെടുക്കേണ്ടത്. അപ്പോൾ നമുക്കിതിൽ ഓരോന്നിലും ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം അതിലേക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഉൾവശം സിൽവർ കളറുള്ള ഇതുപോലത്തെ വേസ്റ്റ് കവറുകൾ വെച്ച് നമ്മുടെ ചാനലിൽ ഒരുപാട് ക്രാഫ്റ്റ് വർക്കുകൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഒരെണ്ണം നമ്മൾ അതിലേക്ക് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് എല്ലാ പീസുകളും അതിലേക്ക് ഒട്ടിച്ചെടുക്കണം. ഇപ്പം നമ്മളതെല്ലാം ഇതുപോലെ ഒട്ടിച്ചെടുത്തു. ഇനി നമുക്കതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് അത് ഓരോന്നും അതിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടി ആദ്യം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കത് ഓരോന്നും അതിൽ ഒട്ടിച്ചെടുത്തതിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ നമ്മളതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ഓരോന്നും ഷേപ്പാക്കി കട്ട് ചെയ്ത് കൊടുക്കാം. വേസ്റ്റ് കവറുകൾ വെച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന ഈ ഒരു ക്രാഫ്റ്റ് ഐഡിയ ഷെയർ ചെയ്യാൻ പറ്റുന്നവരൊക്കെ മാക്സിമം ഷെയർ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇതുപോലെ നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ടായിരുന്നതെല്ലാം നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഇനി നമ്മളിതിൽ ടൂത്ത് പിക്ക് വെച്ച് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുകയാണ്. മഷി തീർന്ന പേന വെച്ച് നമുക്ക് ഇതുപോലെ വരച്ചു കൊടുക്കാം. ഇതിൻ്റെ ഈ ഭാഗങ്ങളിലെല്ലാം നമ്മൾ അമർത്തി ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ടൂത്ത് പിക്ക് വെച്ച് വരച്ചു കൊടുത്തിട്ടുള്ളത്. പിന്നീട് നമ്മൾ സെല്ലോ ടാപ്പാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ താഴെ നമ്മൾ ഇതുപോലെ സെല്ലോ ടാപ്പ് ഒന്ന് ഒട്ടിച്ചെടുക്കുകയാണ്. ഇതുപോലെ സെല്ലോ ടാപ്പ് ഒട്ടിച്ചെടുത്തതിന് ശേഷം ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ചിറകുകൾ നമുക്ക് അതിലേക്ക് ഒട്ടിച്ചു കൊടുക്കണം. ഇനി നമുക്ക് ഇതുപോലെ ചിറകുകൾ അതിലേക്ക് തന്നെ ഒട്ടിച്ചെടുക്കണം. ചിറകുകളൊന്ന് വേറിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചിറകുകൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മൾ കത്രിക വെച്ച് ചെറുതായിട്ട് ഈ ഭാഗങ്ങളെല്ലാം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചാനലിൽ വേസ്റ്റ് കവറുകൾ വെച്ച് ചെയ്തെടുത്തിട്ടുള്ള ക്രാഫ്റ്റ് വർക്കുകളുടെ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കാണാൻ ഇഷ്ടമുള്ളവരൊന്ന് പോയി കണ്ടു നോക്കണേ. ഇനി നമുക്ക് അടുത്തതിലും ചിറകുകൾ ഒട്ടിച്ചു കൊടുക്കാം. ഇതുപോലെ അതിൻ്റെ താഴെ നമ്മൾ സെല്ലോ ടാപ്പ് വെച്ച് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ചിറകുകൾ അതിലേക്ക് വെച്ച് കൊടുക്കാം. ഇത് നമ്മൾ കത്രിക വെച്ച് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് വർക്കിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ പറയണേ. ഇനി നമ്മൾ പൊട്ട് വെച്ച് തത്തയുടെ കണ്ണുകളൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇതുപോലെ നമ്മൾ ഒട്ടിച്ചെടുത്തു. ഇനി നമ്മൾ നെയിൽ പോളിഷ് വെച്ച് തത്തകളുടെ ചുണ്ടുകളിലും കഴുത്തിലും ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട്.
അപ്പോൾ ഞാൻ വീണ്ടും പറയുകയാണ്, നിങ്ങളുടെ ഫാമിലിയിൽ ക്രാഫ്റ്റൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടൊക്കെ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് ഐഡിയ ഷെയർ ചെയ്ത് കൊടുക്കണേ. തത്തകളുടെ കണ്ണുകളിലും നമ്മൾ ചെറുതായിട്ടൊന്ന് നെയിൽ പോളിഷ് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഇതിലും നമുക്ക് കവർ ഒട്ടിച്ചെടുക്കണം. പിന്നീട് നമ്മൾ ചെറിയൊരു കാർഡ്ബോർഡ് ബോക്സ് ആണ് എടുത്തിട്ടുള്ളത്. ഇതിനകത്തേക്ക് നമുക്ക് തെർമോകോളിന്റെ പീസ് ഒന്ന് വെച്ച് കൊടുക്കണം. അപ്പോൾ നമ്മളിവിടെ എടുത്തിട്ടുള്ള ഈ ഒരു കാർഡ്ബോർഡ് ബോക്സിനകത്തേക്ക് നിറയെ നമുക്ക് തെർമോകോളിന്റെ പീസുകൾ ഓരോന്നായി വെച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഈ ബോക്സ് കവറിലൊന്ന് പൊതിഞ്ഞെടുക്കണം. ഇതൊന്ന് പൊതിഞ്ഞെടുക്കുന്ന സമയത്ത് നമ്മൾ സെല്ലോ ടാപ്പ് വെച്ചാണ് ഒട്ടിച്ചെടുക്കുന്നത്. കൂടുതലായി നിൽക്കുന്ന ഭാഗം നമ്മൾ ഇതിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ഇതുപോലെയാണ് നമ്മളത് കവർ വെച്ചൊന്ന് പൊതിഞ്ഞെടുക്കേണ്ടത്. ഈ ഒരു ഭാഗത്ത് നമുക്ക് വേണമെങ്കിൽ കവറിന്റെ പീസ് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ ഇതുപോലെ ചെയ്തെടുത്തു. ഇനി നമുക്കിത് ഇതിലേക്ക് ഒട്ടിച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ നമ്മളത് വെച്ച് നോക്കി ഇവിടെ നിന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്കതിൽ ഹോൾ ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ നമ്മളിതിൽ വരച്ചെടുത്ത ഭാഗത്ത് 4 ഹോളുകൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അതിനകത്തേക്ക് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ 2 ടൂത്ത് പിക്ക് എടുത്തിട്ടുണ്ട്. 2 എണ്ണം നമ്മൾ കുറച്ച് വണ്ണത്തിലുള്ള സ്റ്റിക്കാണ് എടുത്തിട്ടുള്ളത്. ഇനി നമ്മളത് ഓരോന്നിലും ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ അതിനകത്തേക്ക് വെച്ച് കൊടുക്കണം. ഇതുപോലെ ഓരോന്നിലും ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ അതിനകത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നല്ലതുപോലെ ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കത് ഒട്ടിച്ചെടുക്കാം. നമ്മളത് ഒട്ടിച്ചെടുക്കുന്ന സമയത്ത് കുറച്ച് ടൈം ഒന്ന് പിടിച്ചു കൊടുക്കണം. ഇപ്പം നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുള്ളത് നമുക്ക് നല്ലതുപോലെ ഒട്ടിക്കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ തത്തകളുടെ ചിറകിൽ CD മാർക്കർ വെച്ച് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. ഇതുപോലെയാണ് നമ്മൾ CD മാർക്കർ വെച്ച് വരച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ തത്തകളെ ഇതിലേക്ക് ഒട്ടിച്ചെടുക്കുകയാണ്. ഇതുപോലെയാണ് നമുക്കതിലേക്ക് ഒട്ടിച്ചെടുക്കേണ്ടത്. അപ്പം നമുക്കിതിൻ്റെ ബാക്കിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് അതിലേക്ക് ഒട്ടിച്ചെടുക്കാം. ഇപ്പം നമ്മൾ 2 തത്തകളെയും അതിലേക്ക് ഒട്ടിച്ചെടുത്തു. ഇനി നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ഈ സ്റ്റോണും കൂടെ നമ്മൾ അതിലേക്ക് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ വേസ്റ്റ് കവറുകൾ വെച്ച് ചെയ്തെടുത്തിട്ടുള്ള ക്രാഫ്റ്റ് വർക്ക് നമുക്ക് ഇതുപോലെയാണ് കിട്ടിയിട്ടുള്ളത്. ഇത് നമുക്ക് ടേബിളിൻ്റെ മുകളിലൊക്കെ ഇതുപോലെ വെക്കാം. അപ്പോൾ നമ്മൾ വെറുതെ കളയുന്ന വേസ്റ്റ് കവറുകൾ വെച്ചിട്ടാണ് നമ്മൾ ഇതുപോലെ ഒരു ക്രാഫ്റ്റ് വർക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഇതുപോലത്തെ വേസ്റ്റ് കവറുകളൊന്നും ആരും വെറുതെ കളയരുത്. ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരിക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുതേ.